വളപട്ടണപ്പുഴയുടെ തീരത്ത് കാടും കുന്നുകളും ചേർന്ന പറശ്ശിനിക്കടവിൽ ജനങ്ങളുടെ രക്ഷകനായി അവതരിച്ച ദൈവമാണ് ശ്രീ മുത്തപ്പൻ. ജാതി മതഭേദമില്ലാതെ ഏവർക്കും ഒരുപോലെ കാവലായി നിലകൊള്ളുന്ന ദൈവം. പണ്ടുകാലത്ത് മടൈ രാജാവിന് കുട്ടികളുണ്ടായിരുന്നില്ല. ദൈവാനുഗ്രഹം തേടി അദ്ദേഹം കഠിനമായ വ്രതങ്ങൾ ചെയ്തു. ഒടുവിൽ ദൈവകൃപയാൽ ഒരു പുത്രൻ ജനിച്ചു. എന്നാൽ ആ കുഞ്ഞ് സാധാരണ കുട്ടിയല്ലായിരുന്നു. വളരുന്നതിനിടെ അവൻ കാടുകളിലേക്ക് പോകുകയും വേട്ടയാടുകയും പാവപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു. അവൻ ബ്രാഹ്മണ ആചാരങ്ങളെയും രാജകീയ ചട്ടങ്ങളെയും ചോദ്യം ചെയ്തു. താഴ്ന്ന ജാതിക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരെ തുല്യമായി കാണുകയും ചെയ്തു. ഇത് രാജാവിനും കൊട്ടാരത്തിനും അസ്വസ്ഥതയായി. ഒടുവിൽ രാജാവിന്റെ അനുചരന്മാർ അവനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ കാടിനുള്ളിൽ തീയുടെ നടുവിൽ അവൻ അപ്രത്യക്ഷനായി. തീയിൽ നിന്ന് ഉയർന്നത് ഒരു ദൈവരൂപമായിരുന്നു, മുത്തപ്പൻ. അവൻ പറഞ്ഞു, ഞാൻ ദൈവമാണ്, പീഡിതരുടെ ശബ്ദം കേൾക്കുന്നവൻ, നീതിക്കായി നിലകൊള്ളുന്നവൻ. അന്നു മുതൽ മുത്തപ്പൻ കാട്ടിൽ സഞ്ചരിക്കുന്ന ദൈവമായി ആരാധിക്കപ്പെട്ടു. വേട്ടനായും രക്ഷകനായും സത്യത്തിന്റെ പ്രതീകമായും അദ്ദേഹം ജനഹൃദയങ്ങളിൽ കുടിയേറി. പറശ്ശിനിക്കടവിൽ ഇന്നും തെയ്യമായി മുത്തപ്പൻ അവതരിക്കുന്നു. പ്രത്യേകതയുള്ളത്, ഇവിടെ പൂജകൾക്ക് ജാതിയോ മതമോ ഇല്ല. മദ്യം, മീൻ എന്നിവയും നിവേദ്യമായി സമർപ്പിക്കുന്നു. ദൈവവും ഭക്തനും തമ്മിലുള്ള അകലമില്ലാത്ത അപൂർവമായ ഒരു ആരാധനാ സംസ്കാരമാണ് മുത്തപ്പൻ. ജനങ്ങൾ വിശ്വസിക്കുന്നു, വിളിച്ചാൽ എത്തുന്ന ദൈവം മുത്തപ്പൻ. ആരുമില്ലാന്ന് തോന്നുന്നുണ്ട, ആരും ഇല്ലെങ്കിലും ഞാനുണ്ടാവും. ഒരു അമ്പളിക്കലയും തുമ്പപ്പൂം ചൂടിയിരിക്കുന്ന പറശ്ശിനി പൊന്നു മുത്തപ്പൻ എന്റെ പാടിക്കുച്ചിയമ്മയെ പോലെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുകയെ ഒരേ